വെൽക്കം ടു ഹെൽത്തി ലൈഫ്. ഞാൻ ഡോക്ടർ അശ്വതി. ഇന്നത്തെ വീഡിയോ കഴുത്തുവേദനയെ കുറിച്ചിട്ടാണ്. അപ്പോൾ കഴുത്തുവേദന, അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റിഫ്നെസ്, വേദന, പിന്നെ തലനീരിറക്കം, തലവേദന, അങ്ങനെ ഒട്ടനവധി സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കഴുത്തുവേദന എന്ന് പറയുന്നത് വളരെ സാധാരണയായിട്ട് ഒ പിയിൽ വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. അത് നാട്ടിലായാലും യു എയിലായാലും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കഴുത്തുവേദനയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ലൈഫ് സ്റ്റൈൽ റെക്കമെൻഡേഷൻസ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിത്യേന പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കുറച്ച് ലൈഫ് സ്റ്റൈൽ റെക്കമെൻഡേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ കഴുത്തുവേദന ഉള്ളവർ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെയും ഈ ലൈഫ് സ്റ്റൈൽ റെക്കമെൻഡേഷൻസ് പാലിച്ചാൽ, നിത്യേന ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴുത്തുവേദനയിൽ നിന്ന് നമുക്ക് കഴുത്തുവേദന ഒഴിവാക്കാനായിട്ടും പറ്റും, കഴുത്തുവേദന കുറയുകയും ചെയ്യും. കഴുത്തുവേദന വരാൻ ഒട്ടനവധി റീസൺസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു സിംറ്റമാണ് കഴുത്തുവേദന. ഇപ്പോൾ സർവൈക്കൽ സ്പോണ്ടിലോസിസ്, അപ്പോൾ പ്രായാധിക്യം കൊണ്ടുണ്ടാവുന്ന ഡീജനറേറ്റീവായിട്ട് ഉണ്ടാവുന്നതൊക്കെ തേയ്മാനം ഒക്കെ കൊണ്ടുണ്ടാവാം. പിന്നെ ഡിസ്കിൻ്റെ ഇടയ്ക്കുള്ള നീര് കൊണ്ട് കഴുത്തുവേദന ഒരു സിംറ്റമായിട്ട് വരാം. പിന്നെ ഡിസ്കിൻ്റെ ഇടയ്ക്ക് ഹെർണിയേഷൻസ് വരുമ്പോഴും ഒക്കെ നമുക്ക് കഴുത്തുവേദന വരാം. പിന്നെ നെർവ് കംപ്രസ് ആയിട്ട് കഴുത്തുവേദനയും കൈതരിപ്പും ഒക്കെ വരാം. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ കൊണ്ട് കഴുത്തുവേദന ഒരു സിംറ്റമായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെയും ആയുർവേദത്തിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അവിടുത്തെ നീര് കുറയ്ക്കാനും, പിന്നെ മസിൽ സ്റ്റിഫ്നെസ് കുറയ്ക്കുക, പിന്നെ മസിലിനെ സ്ട്രെങ്തനിങ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ നെർവ് കംപ്രഷൻ മാറ്റിയിട്ട് അവിടെ ബലപ്പെടുത്താനുള്ള അങ്ങനെ ഒട്ടനവധി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ലേപമായിട്ടും കിഴിയായിട്ടും, പിന്നെ അതുപോലെ തന്നെ ഗ്രീവാവസ്തി, ഗ്രീവാപിജു, നസ്യം, അങ്ങനെ ഒട്ടനവധി ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ച്, എന്താണോ അവരുടെ അസുഖം എന്നുള്ളതിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അതൊരു ആയുർവേദ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി ആയുർവേദ ഡോക്ടർ പറയുന്ന രീതിയിൽ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. ഇനി നമ്മൾ പാലിക്കേണ്ട ലൈഫ് സ്റ്റൈൽ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് നോക്കാം, കഴുത്തുവേദന ഒഴിവാക്കാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പ്രായാധിക്യം കൊണ്ടല്ലാതെ തന്നെ ഏർലി 30s-ലും 40s-ലും ഒക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് കഴുത്തുവേദന. ഇപ്പോൾ IT പ്രൊഫഷണൽസ് ഒക്കെ ഒരുപാട് നേരം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ മൊബൈൽ യൂസേജ്, അതൊക്കെ കൊണ്ട് ഒരുപാട് പേർക്ക് കഴുത്തുവേദന വരാറുണ്ട്. അപ്പം മെയിനായിട്ടുള്ള ഒന്ന് പോസ്ചർ കറക്ഷനാണ്. നമ്മൾ എറക്റ്റായിട്ട് ഇരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, എല്ലാം നിവർത്തി കഴുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് സ്ക്രീൻ നമ്മുടെ ഐ ലെവലിൽ ആയിരിക്കണം നമ്മുടെ സ്ക്രീന്. പിന്നെ മൊബൈലൊക്കെ ഒരുപാട് പേര് കുനിഞ്ഞിരുന്നും അതുപോലെ തന്നെ കിടന്നും ഒക്കെ മെസ്സേജസ് ഒക്കെ വായിച്ച് ഉറങ്ങുന്നവരുണ്ട്. അതൊന്നും ഒരു ശരിയായിട്ടുള്ള രീതിയല്ല, അവർക്ക് കഴുത്തുവേദന വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പോസ്ചർ കറക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയർ പ്രോപ്പറായിട്ട് ലംബാർ സപ്പോർട്ടും നെക്ക് സപ്പോർട്ടും ഒക്കെയുള്ള ചെയർ ആയിരിക്കണം. നല്ലൊരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് തരുന്നൊരു ചെയർ ആയിരിക്കണം. പിന്നെ കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഫോറാംസ് പാരലായിട്ട് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് വേണം യൂസ് ചെയ്യാൻ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എണ്ണ, തലയിൽ തേക്കുന്ന എണ്ണ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പലരും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോടൊന്നും ഇല്ലാതെ തന്നെ ഈ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് മുടി വളരുമെന്ന് വിചാരിച്ചിട്ട് എണ്ണകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശീതവീര്യമുള്ള, കോൾഡ് പൊട്ടൻസി ഉള്ള ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയത്ത് കഴുത്തുവേദനയുള്ളവർ യൂസ് ചെയ്തിട്ട് 1 മണിക്കൂർ അങ്ങനെ ഒരു ലോങ് ഡ്യൂറേഷൻ തലയിലങ്ങോട്ട് യൂസ് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല. അപ്പം അങ്ങനെയുള്ളവർ എണ്ണ തേക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുളിക്കുമ്പോൾ ഷാമ്പൂ ഒക്കെ തേച്ച് ആ എണ്ണ തങ്ങി നിൽക്കാത്ത രീതിയിൽ തേച്ച് കുളിക്കാനും കൂടി ശ്രദ്ധിക്കുക. പലരും എണ്ണയൊക്കെ തേച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നവരെയൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇപ്പോൾ ഈ കോൾഡ് പൊട്ടൻസി ഉള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ള സമയത്ത് അവർക്ക് നീരിറക്കവും കഴുത്തുവേദനയൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സിമ്പിളായിട്ടുള്ള എക്സസൈസസ് ഉണ്ട്. നെക്ക് എക്സസൈസ് ഉണ്ട്, നെക്ക് റൊട്ടേഷൻസ് ചെയ്യുക. ഒരു ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും നെക്ക് റൊട്ടേഷൻസ് ചെയ്യുക. അതുപോലെ തന്നെ പില്ലോസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പലരും പില്ലോസ് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല. ഹാർഡ് പില്ലോസ് യൂസ് ചെയ്യാതിരിക്കുക, സോഫ്റ്റ് പില്ലോസ് യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പില്ലോസൊക്കെ ഇവിടെ വച്ച് കിടന്നുറങ്ങും. അപ്പോൾ അങ്ങനെയല്ല, പില്ലോസൊക്കെ പ്രോപ്പറായിട്ട് നെക്കിനും അതുപോലെ തന്നെ ഷോൾഡേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബാക്കിലേക്ക് പില്ലോസ് വച്ചിട്ട് കിടന്നുറങ്ങാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊന്ന് പോസ്ചർ കറക്റ്റ് ചെയ്യുക, പില്ലോസ് ശ്രദ്ധിക്കുക, തലയിൽ തേക്കുന്ന എണ്ണ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തുവേദന ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട്
സാധിക്കും നമുക്ക്. അപ്പോൾ ഇനി എന്ത് കാരണത്താലാണ് കഴുത്ത് വേദന വരുന്നത്, പ്രൊലോങ്ഡ് ആയിട്ട് നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് എന്ത് കാരണത്താലാണ് വരുന്നതെന്നും കൂടി നമ്മൾ ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പാലിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചേറെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക്